ചന്ദ്രന്റെ ബലം കുറയുമ്പോഴാണല്ലോ നമ്മൾ ഡിപ്രഷൻ പോലുള്ള കാര്യങ്ങളിലേക്ക് പോകും. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് എന്ത് രത്നക്കല്ലിട്ടാലാണ് ശരിയാവുക? ചന്ദ്രകാന്തം ഇടുക. അപ്പൊ അത് നോക്കണം നമ്മൾ. ഈ ചന്ദ്രൻ എങ്ങനെയാണ് നിൽക്കുന്നത്, ഏത് ഭാവത്തിലാണ്, എങ്ങനെയാണ്, അത് ഇട്ട് കൊടുത്താൽ നല്ലതാണോ? ഇപ്പൊ ലഗ്നാധിപനാണ്, ലഗ്നാധിപൻ 11-ൽ നിൽക്കുന്നു, ലഗ്നാധിപനായ ചന്ദ്രനാണ്, ആ ചന്ദ്രൻ വീക്കാണ്. അപ്പൊ അത് നല്ലപോലെ നിന്നാൽ ലഗ്നാധിപൻ 11 എന്ന് പറഞ്ഞാൽ ലാഭസ്ഥാനത്താണ് നിൽക്കുന്നത്. അയാൾക്ക് ലാഭം ധാരാളം ഉണ്ടാകേണ്ടതാണ്. പക്ഷെ ഇതിവിടെ വീക്കാണ്. ഇപ്പൊ നമുക്കൊരു 10 ചാക്ക് അരി എടുത്തു പൊക്കാൻ പ്രാണി ഉണ്ടെങ്കിലല്ലേ അതുകൊണ്ട് വീട്ടിൽ വെച്ചാൽ നമുക്ക് സുഖമായിട്ട് അത് കഴിക്കാം. പക്ഷെ അത് എത്തിക്കാൻ പറ്റുന്ന ഒരു ബലം നമുക്കില്ലെങ്കിൽ ആ അരി അവിടെ വിട്ടിട്ട് പോകാനല്ലേ നമുക്ക് പറ്റുള്ളൂ. അപ്പൊ നമ്മളതിനെ പ്രാപ്തനാകണം. നമ്മുടെ മനസ്സിനൊരു പ്രാപ്തി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതിന് പ്രാപ്തി ഇല്ലാത്തൊരവസ്ഥയിലേക്ക് മനസ്സ് തളർന്നു പോകുന്ന, അല്ലെങ്കിൽ ഒരു ക്ഷീണചന്ദ്രന്റെ എല്ലാ നെഗറ്റീവ്സും ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അയാൾ ഡിപ്രഷനിലാകാം. അല്ലെങ്കിൽ ചിലപ്പോൾ അയാൾ ഇത് എന്താ പറയാ, മനസ്സിനൊരു വ്യക്തത ഇല്ലാത്ത ആളാകാം. കൺഫ്യൂഷൻ എപ്പോഴും അത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനെ ചെയ്യണം. അപ്പൊ എപ്പോഴും ഒരാളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയൊക്കെ. അപ്പൊ അയാൾ ആ ഡിപ്പെൻഡ് ചെയ്യുന്ന വ്യക്തി നല്ലതല്ല, അഡ്വൈസർ നല്ലതല്ലെങ്കിൽ നമ്മളുടെ ജീവിതം അടാടെ പോകും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമ്മൾ ലഗ്നത്തിന് ബലം കൊടുക്കുക. അപ്പൊ ആ ലഗ്നാധിപൻ എവിടെയാണ് പോയി നിൽക്കുന്നത്, ലഗ്നം എങ്ങനെയാണ്, അതിന് എന്താണ് ബലമില്ലാത്തത്? അപ്പൊ 1, 5, 9 ഭാവങ്ങളിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾക്ക് ബലമില്ലാതെ വരിക. അവര് യോഗകാരകനായിട്ട് നിൽക്കുകയാണെങ്കിൽ 4, 9 ഭാവത്തിന്റെ ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ചിലപ്പോൾ 11-ൽ പോയി നിൽക്കുക. അപ്പൊ അത് 4 എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബമാണ്, മാതാവ്. 9 എന്ന് പറയുന്നത് നമ്മുടെ ഭാഗ്യമാണ്. ആ 4ഉം 9ഉം തരേണ്ട ഭാഗങ്ങളിൽ നിൽക്കുന്ന ശുക്രൻ ബലം 11-ൽ കേതുവായിട്ടാണ് നിൽക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ 11-ൽ നിൽക്കുമ്പോൾ കേതു കൂടി വരുമ്പോൾ തീർച്ചയായിട്ടും ആ ലാഭം കുറയും. അപ്പൊ നമ്മളെ ഇതിനെ ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ആ കേതുവിന്റെ നെഗറ്റീവിനെ ഓവർകം ചെയ്ത് ശുക്രന് അതിന്റെ ഫലദാനം ചെയ്യാനുള്ള ശേഷി നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് കല്ലുകൾ. ഓരോ കല്ലും ഓരോ വിരലുകളുണ്ട്. അത് ആ വിരലുകൾ ഡിനോട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ശുക്രന് വ്യാഴമാണ് ലഗ്നാധിപനായിട്ട് നിൽക്കുന്നത്. അവിടെ വ്യാഴത്തിന് ശക്തിയില്ലാത്ത, അല്ലെങ്കിൽ ഏതെങ്കിലും ഗുളിക യോഗം ചെയ്തു, അങ്ങനെ കേതുവിന്റെ യോഗം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ ലഗ്നത്തിനെ ബലപ്പെടുത്താൻ പറയുമ്പോൾ വ്യാഴത്തിൻ്റെത് യെല്ലോ സഫയറാണ്. അപ്പൊ അത് ഇടുന്ന കല്ലെന്ന് പറയുന്നത് ചൂണ്ടുവിരലായിരിക്കും. ആണുങ്ങൾക്കാണെങ്കിൽ വലത് കയ്യില് കൃത്യമായിട്ട് ആ വിരലിൽ തന്നെ. അതായത് ഓരോ കല്ലിനും ഓരോ ഗ്രഹത്തിനും ഓരോ കല്ലുകളുണ്ട്. അതുപോലെ തന്നെ ആ ഓരോ കല്ലുകൾക്കും ഓരോ വിരലുകളും ഉണ്ട്. ആ പ്രത്യേക നാഡിയിലൂടെ അത് കടന്നു പോകുമ്പോൾ സൂര്യരശ്മിയിൽ നിന്നാണ് ഇതെല്ലാം കല്ല് പിടിച്ചെടുക്കുന്നത്. അപ്പൊ ആ നാഡിയിലൂടെ കടന്നു പോകുമ്പോഴും ആ പ്രത്യേക, പെണ്ണുങ്ങൾക്കാണെങ്കിൽ ഇടത് കൈ, ആണുങ്ങൾക്കാണെങ്കിൽ വലത് കൈ, അങ്ങനെയാണ്. ഇപ്പൊ യെല്ലോ സഫയർ ആണെങ്കിൽ ഇടത് കൈയിലെ ചൂണ്ടുവിരലിൽ തന്നെ ഇടണം, വേറെ ചെറുവിരലിൽ ഇട്ടാൽ ശരിയാവില്ല. പിന്നെ മോതിരവിരലിലെല്ലാം ഇടാമെന്ന് പറഞ്ഞാലും പൂർണ്ണതയിൽ എത്തണമെങ്കിൽ ആ പറഞ്ഞ പർട്ടിക്കുലർ വിരലിൽ തന്നെ ഇടണം. അവിടെയുള്ള നാഡികളിലൂടെ അതിനെ ഉദ്ദീപിപ്പിക്കുമ്പോഴാണ് ശരിയായ ശക്തി കിട്ടുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്താണോ നിഷേധിക്കപ്പെട്ടു പോയത് അതിനെ നമുക്ക് തീർച്ചയായിട്ടും ഒന്ന് ഉദ്ദീപിപ്പിച്ച് അതിൽ നിന്ന് കിട്ടുന്ന ലാഭം അനുഭവിക്കുന്നത് നല്ലതല്ലേ. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യാം. ഇപ്പൊ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ഇപ്പൊ മുടിയില്ലാതെ ഒരാൾ വന്നാൽ ഇപ്പൊ വിഗ് വയ്ക്കുന്നില്ലേ, അപ്പൊ നമ്മൾ കാണുമ്പോൾ നല്ല ഭംഗി തോന്നുന്നു. പല്ല് പൊങ്ങിയ ഒരാൾ ക്ലിപ്പിടുന്നു. അപ്പൊ അയാൾ എന്നും ആ പല്ല് പൊങ്ങിയ വിരൂപിയായിട്ട് ഇരിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ നമ്മുടെ ഗ്രഹനിലയിൽ ഉണ്ടാകുന്ന ഒരു ഏനക്കേടിനെ നമ്മൾ മറ്റൊന്നുകൊണ്ട്, പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന മറ്റൊരു ഊർജം കൊണ്ട് അതിനെ പുഷ്ടിപ്പെടുത്തുന്നു. അത്രയും കണക്കാക്കിയാൽ മതി. പിന്നെ അത് നോക്കിയിട്ടൊക്കെ ഇടണം, ഭാവങ്ങൾ നോക്കണം, എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് നന്നായിട്ട് അറിയുന്ന ഒരാളുടെ വന്ന്. അതുപോലെ തന്നെ വാങ്ങുന്ന കല്ലുകളും സർട്ടിഫൈഡ് ആയിരിക്കണം, ശുദ്ധമായിരിക്കണം. ഇപ്പം എന്ന് പറഞ്ഞാൽ മരതകം എന്നൊക്കെ പറഞ്ഞിട്ട് ബിയർ കുപ്പി കൊണ്ടൊക്കെ ഉരച്ചിട്ട് പച്ച കളറാണ്, നല്ല ഭംഗിയാണ്. മനസ്സിലായ? അപ്പം മരതകത്തിനൊക്കെ 15,000 രൂപയൊക്കെ വില വരുന്ന സ്ഥലത്ത് നമുക്ക് അത്രയൊന്നും ഇല്ല, എനിക്കും അറിയാവുന്ന ആളാണെന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ 5, 6 രൂപയ്ക്ക് തരും. അതിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഗുണം ഉണ്ടാവില്ല, കാരണം അത് കുപ്പിയല്ലേ. അതെ. അപ്പൊ പിന്നെ പച്ച കളർ ആയതുകൊണ്ടൊരു ഇത് പച്ചയാണ് ബുധന്റെ നിറം. അപ്പൊ അതുകൊണ്ടുള്ള ഒരു ഗുണേ ഉണ്ടാവുള്ളൂ, വേറെ ഒരു ഗുണം ഉണ്ടാവില്ല. എന്നിട്ട് പിന്നെ ലക്കി സ്റ്റോണിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ നമ്മൾ വാങ്ങുന്ന കട അത് ശ്രദ്ധിക്കണം. അണിയുന്ന വിരല്, പിന്നെ ഭാവം. നന്ദി മാഡം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.